ഹായ്, ഇത് 2-3 ദിവസം മുമ്പ് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ എൻ്റെ കുട്ടീസിന് സുഖമില്ലാണ്ടായിപ്പോയി. അതാട്ടോ വൈകിപ്പോയത്. ആദ്യം ഞാൻ വിചാരിച്ചു ഇന്ന് റേഡിയേഷനെ കുറിച്ച് പറഞ്ഞുതരാം, എൻ്റെ റേഡിയേഷനും അതിൻ്റെ ബാക്കി കാര്യങ്ങളും പറഞ്ഞുതരാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു അത് വേണ്ട, ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് പറയാമെന്ന്. അതിൻ്റെ പറയാൻ പ്രധാന റീസൺ എന്ന് പറയുന്നത്, എനിക്ക് വാട്സപ്പിലും മെസ്സഞ്ചറിലും അല്ലാതെയായിട്ട് വന്ന കുറേ മെസ്സേജുകളാട്ടോ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചേച്ചിക്ക് സർജറിക്ക് എത്രയായി, അല്ലെങ്കിൽ റേഡിയേഷൻ എത്രയായി, കീമോതെറാപ്പിക്ക് എത്രയായി, ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആട്ടോ. ടോട്ടൽ എത്ര എമൗണ്ട് ആയി ചേച്ചിക്ക്, ഇതൊക്കെയായിരുന്നു കേട്ടോ അതിൽ പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം എനിക്ക് എത്ര രൂപയായി എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൽ ഫസ്റ്റ് പറയുവാണെങ്കിൽ, എനിക്കൊരു 10 വർഷം മുമ്പൊക്കെ ഞങ്ങൾക്കൊരു ഇൻഷൂർ ഉണ്ടായിരുന്നു. പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളൊരു 5 to 6 years നമ്മളത് അടച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എൻ്റെ പിള്ളേരെല്ലാം കുഞ്ഞായിരുന്നു. നമ്മൾ ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആയി കഴിഞ്ഞ്, അല്ലെങ്കിൽ റീഇംബേഴ്സ്മെൻറ്റിൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് അത്ര ആലോചിക്കാതെ പെട്ടെന്ന് ഒരെണ്ണത്തിൽ കൂടിയതാണ്. അത് 80% അവർ തരുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് 50 to 55% അതിൻ്റെ തുക കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണ് നമ്മൾ മെയിനായിട്ടും ആ ഇൻഷൂറിൽ നിന്ന് സ്റ്റാർ ഹെൽത്തിലേക്ക് മാറാനുള്ള പ്രധാന റീസൺ. ഇപ്പം എനിക്ക് നിലവിലുള്ള ഇൻഷൂർ എന്ന് പറയുന്നത് സ്റ്റാർ ഹെൽത്ത് ആട്ടോ. അത് എടുക്കാൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ വീട് പണീൻ്റെ സമയത്ത് നമ്മുടെ ഇവിടെ വന്നൊരു ചേട്ടൻ മുഖാന്തരമാട്ടോ സ്റ്റാർ ഹെൽത്തിലേക്ക് നമ്മൾ ചേഞ്ച് ആയത്. എന്നെ സംബന്ധിച്ച് ഈ സ്റ്റാർ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സർവീസാണ് കിട്ടിയേക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത്ര കോൺഫിഡൻസോട് കൂടി ഇരുന്ന് സംസാരിക്കണിൽ അതിൻ്റെ വൺ ഓഫ് ദ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർ ഹെൽത്താണ്. പക്ഷെ അന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു 25 lakhിൻ്റെ കൂടാന്ന് പറഞ്ഞു. ഞാനാണത്, ചേട്ടായി അത്രയും വേണ്ട, നമുക്ക് അത്രയും വേണ്ട. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിസ്സാര കാര്യങ്ങൾക്കേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാറുള്ളൂ. നമ്മൾ ഓരോ വർഷവും ഇത്ര തുക അടയ്ക്കണ്ടേ എന്ന് ഞാൻ പറഞ്ഞാണ് എൻ്റെ ഹസ്ബൻഡ് അത് തുക കുറച്ചത്. എന്നാലും വേണ്ടില്ല, എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ അസുഖം ഇത്രയും പെട്ടെന്ന് തീരാനും ഇത്രയും കോൺഫിഡൻറ്റോടുകൂടി ഞാൻ നിങ്ങളുടെ മുന്നിലിരുന്ന് ഇങ്ങനെ സംസാരിക്കാനും കാരണം ഹെൽത്ത് ഇൻഷുറൻസ് തന്നെയാണ്. കാരണം ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടുന്ന് ഞങ്ങൾ പ്രധാനപ്പെട്ട കിംസിലേക്ക് പോകാൻ തന്നെ കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻഷൂർ ഉണ്ടല്ലോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു അപ്പോയിൻമെൻറ്റിന് കാത്തിരിക്കേണ്ട കാര്യമില്ല, പൈസയ്ക്ക് കാത്തിരിക്കേണ്ട കാര്യമില്ല, നമുക്കിഷ്ടപ്പെട്ട ഡോക്ടറെ കാണാം, നമുക്കിഷ്ടപ്പെട്ട ട്രീറ്റ്മെൻറ്റ് എടുക്കാം. അങ്ങനെ പല പല ബെനിഫിറ്റാട്ടോ ഈ ഇൻഷുറൻസ് കൊണ്ട് നമുക്കുണ്ടായത്. ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള റീസണും ആൻറ്റി അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് പൈസേനെ കുറിച്ച് ടെൻഷനില്ല. കാരണം വെച്ചാൽ ഇൻഷൂർ ഉണ്ടല്ലോ. ഒത്തിരി അറിയാവുന്നവരോടെ കൊണ്ട് ചോദിച്ച് മനസ്സിലാക്കി നല്ല ഇൻഷൂർ എടുക്കണം. ഞാൻ ഇന്ന ഇൻഷൂർ എന്നൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യൂല. പക്ഷെ ഒത്തിരി പറ്റിക്കപ്പെടുന്നുമുണ്ട് കേട്ടോ, എത്രയോ പേർക്ക് കിട്ടാത്തതുണ്ട്. എനിക്ക് എന്തായാലും സ്റ്റാർ ഹെൽത്ത് നല്ല അനുഭവമുള്ള നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ അക്കൗണ്ടിൽ ഒത്തിരി പൈസ ഉണ്ടെങ്കിലും, എത്ര പൈസ ഉണ്ടെങ്കിലും ഈ ഒരു രോഗം വന്നു കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ക്യാൻസർ, ഞാൻ വേറൊരു രോഗത്തെക്കുറിച്ച് പറയുന്നില്ല, കാരണം വെച്ചാൽ എനിക്ക് വന്നത് ക്യാൻസർ ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ കയ്യിൽ പൈസ തീരാൻ അധികം സമയമൊന്നും വേണ്ട. കാരണം വെച്ചാൽ നമ്മൾക്ക് നമ്മൾ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പുള്ള ഈ പൈസയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ ടെസ്റ്റിന് 5000, 10000, 17000 അങ്ങനെയായിരുന്നു നമ്മുടെ കയ്യിൽ എടുത്തോണ്ടിരുന്നത്. നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടെങ്കിലും അത് തീരാനൊന്നും അധികം സമയം വേണ്ട കേട്ടോ. ഈ കയ്യിൽ നിന്ന് എടുത്ത് പോയ പൈസ ഫുള്ളും നമുക്ക് അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് പൈസ അങ്ങനെ പോയിക്കോളും. പക്ഷെ ഈ അതിനു മുമ്പുള്ള ഈ ചെക്കപ്പിൻ്റെ എല്ലാം നമുക്ക് റീഇംബേഴ്സ്മെൻറ്റ് വഴി കിട്ടിയിട്ടുണ്ട് കേട്ടോ.
എനിക്ക് ആകെ കാണേണ്ട ഒരു പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ട്രിവാൻഡ്രം പോകുമ്പം ഞാൻ ഹസ്ബൻഡും ഉണ്ട്. അപ്പം ഞങ്ങൾ ഫ്ലൈറ്റിനാണ് പോയിക്കൊണ്ടിരുന്നത്, ഓരോ കാണിക്കാനും അതിനും ഇതിനുമെല്ലാം. ആ ഒരു പൈസ പിന്നെ നമുക്ക് ചിലവിനുള്ളത് മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ ഇന്നാണെങ്കിൽ ഇന്നിപ്പം പക്ഷേ അന്ന് ഓരോ ദിവസവും 5000, 10000, 3000 ഒക്കെ കിട്ടുന്ന ഇൻഷൂർ വേറെ ഉണ്ട് നമുക്ക്. അതും നമുക്ക് ബെനിഫിറ്റ് തന്നെയാണ്. നമുക്കൊരു അസുഖം വന്നു കഴിയുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടി പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ പൈസയാണ്. ആ ഒരു അസുഖം ഇപ്പം എനിക്കൊരു അസുഖം വന്നു എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് പൈസ തരാൻ വേണ്ടി ഇഷ്ടം പോലെ, നീ വെച്ചോണ്ടിരിക്കരുത്, നീ വേഗം സർജറി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പൈസ തരാൻ നമുക്ക് ഒത്തിരി പേരുണ്ടാവും. പക്ഷേ നമ്മൾ ഈ നമ്മുടെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇതെല്ലാം നമുക്കൊരു ബാധ്യതയാണ്. നമ്മൾ ഇതെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പം നമ്മൾ പെട്ടുപോകും. പക്ഷേ ഈ ഇൻഷൂർ ഉള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നില്ല. പിന്നെ എൻ്റെ സർജറിക്ക് എത്രയായിരുന്നോ, റേഡിയേഷൻ എത്രയായിരുന്നോ, കീമോയ്ക്ക് എത്ര ആയിരുന്നോ അത് ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാൽ എൻ്റെ എല്ലാം എനിക്ക് ഈ അസുഖം വന്ന് ഞാൻ അഡ്മിറ്റ് ആയപ്പോൾ തൊട്ട് എൻ്റെ അസുഖം കഴിയുന്നോടം വരെ, അതായത് കീമോയും റേഡിയേഷനും സർജറിയും എല്ലാം കഴിയുന്നോടും എനിക്ക് ഇൻഷൂർ കിട്ടിയിട്ടുണ്ട്. അതായത് ഞാനെടുത്തത് സ്റ്റാർ ഹെൽത്ത് ആണല്ലോ, എനിക്കത് കിട്ടിയിട്ടുണ്ട്. കീമോയ്ക്ക് ഇത്ര റേറ്റ് ആവുമെന്ന് ഞാൻ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു ദിവസം എൻ്റെ കീമോ ഇവിടെ മിംസിൽ വെച്ചായിരുന്നു. അപ്പം ട്രിവാൻഡ്രത്തെ ഇവിടുത്തെ ഡോക്ടറെ വിളിച്ചു പറഞ്ഞ് എനിക്ക് അവരുടെ അണ്ടറിൽ നിന്ന് ഇവിടെ നിന്നാണ് കിട്ടിയത് കീമോ. അപ്പം ഒരു ദിവസം ഈ സിസ്റ്റത്തിൻ്റെ എന്തോ കംപ്ലൈൻറ്റ് കൊണ്ട് വൈകുന്നേരം 7 മണിയായിട്ടും എൻ്റെ ഇൻഷൂർ അപ്രൂവ് ആയില്ലായിരുന്നേ. അപ്പം ഞാൻ അവിടുത്തെ മാനേജറോട് പറഞ്ഞു, പിന്നെ ഞാൻ പൈസ അടച്ചിട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ പൈസ അടയ്ക്കാൻ പോയപ്പോഴാണ് അന്ന് എനിക്ക് 34,000 രൂപ എൻ്റെ കീമോയ്ക്ക് അന്ന് അടയ്ക്കേണ്ടി വന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കീമോയ്ക്ക് ഇത്രയും റേറ്റ് ഉണ്ടെന്ന്. അതുവരെ ഞാൻ വിചാരിച്ചു ചെറിയ പൈസ ഉണ്ടാവുള്ളൂ എന്ന്. അന്നാണ് എനിക്ക് കീമോയ്ക്ക് ഇത്രയും പൈസ ഉണ്ടെന്ന് മനസ്സിലായത്. അതുവരെയും നമ്മുടെ ഇൻഷൂറിൽ പോയതുകൊണ്ട് അറിഞ്ഞില്ല. പക്ഷെ ആ പൈസ തിരിച്ച് കിട്ടിയിട്ടോ, 3-ാമത്തെ ദിവസം തന്നെ കിട്ടി. ഞാൻ ഇത്രയും പറയാൻ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും ഇപ്പോൾ ഒരു പനി വന്നാൽ തന്നെ ഇന്നത്തെ ഒരു കാലത്ത് എത്ര പൈസയാവുന്നത്. അപ്പം ചെറുതെങ്കിൽ എനിക്ക് തോന്നുന്നത് 1 lakh, 1 lakhിലൊന്നും കൂട്ടിയിട്ട് കാര്യമില്ല, ഒരു 5 lakh, 10 lakh, 15 lakh, 25 lakh അങ്ങനെ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഇൻഷുറൻസ് നിങ്ങൾ എടുക്കുക. ഒരു 100 രൂപ നമുക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കണം. പക്ഷേ ഇത്രയുമൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു 100 രൂപ നമുക്ക് മാറ്റി വെക്കാനില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ. ചിലപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അത് എനിക്ക് നെഗറ്റീവായിട്ട് വരാം, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്, ഇൻഷുറൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് കഴിയുമെങ്കിൽ എല്ലാവരും, ഇല്ലാത്തവർ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട്, ഇപ്പം ഡേ ഫസ്റ്റ് തൊട്ട് കിട്ടുന്ന ഇൻഷുറൻസുകളുണ്ട്. ഞാൻ അന്നെടുത്ത സമയത്ത് അത്രയും ഒരു ഇൻഷൂർ, അത്രയും ഡേ ഫസ്റ്റ് തൊട്ട് കിട്ടുന്ന ഒരു ഇൻഷൂർ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അന്ന് നമ്മളൊക്കെ ചില ഡിസീസിനൊക്കെ 2 വർഷം വെയിറ്റ് ചെയ്യണമായിരുന്നു. ഇന്നിപ്പം ഡേ ഫസ്റ്റ് തൊട്ട് കിട്ടുന്ന ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം എനിക്ക് എൻ്റെ അസുഖം ക്യാൻസറാണ്, എൻ്റെ മാറിയെങ്കിലും ഞാനിപ്പം എൻ്റെ എനിക്ക് 10 lakh ആണെങ്കിൽ, എൻ്റെ 10 lakh ഞാൻ വിചാരിക്കുക എനിക്കൊരു 25 lakh ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നടക്കൂല കേട്ടോ. കാരണം വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആർക്കും രോഗം വരാണ്ടിരിക്കട്ടെ, എല്ലാവരും വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ഇൻഷുറൻസ് എടുത്തു വെക്കാൻ തീരുമാനിക്കാം. കൂടാതെ നമ്മുടെ കൂടെ നിൽക്കുന്നവർ, നമ്മൾ ചിലപ്പോൾ ഈ പൈസ അന്വേഷിക്കാനൊന്നും പോകുന്നുണ്ടാവില്ല. നമ്മുടെ കൂടെ നിൽക്കുന്ന അവർ നമുക്ക് വേണ്ടി പൈസയ്ക്ക് എത്രമാത്രം ബുദ്ധിമുട്ടാവും. ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞാലും ഇത് തീരാനൊന്നും അധികം സമയം വേണ്ട. അതുകൊണ്ട് ഇതുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുടെ കോൺഫിഡൻസ് ആണ് നമ്മളെ ഇത്രയും നമ്മുടെ കോൺഫിഡൻസ് ലെവലും കൂടിയും കൂട്ടുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഈ ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് ചേട്ടായി ഇപ്പം ഒരു 80% കോൺഫിഡൻസോ ചേട്ടായിക്കുള്ളെങ്കിലും, ചേട്ടായി ഇൻഷൂർ ഉള്ള കാരണം അത് 100%ആയി. ഈ ഒരു 100% കോൺഫിഡൻസും നമ്മളിലേക്ക് എത്തുക ചെയ്യുന്നത്. അതായത് നമ്മുടെ രോഗം വേഗം ഭേദമാകാനും നമ്മൾക്ക് നല്ലൊരു ലൈഫ് കിട്ടാനും എല്ലാം ഇൻഷുറൻസ് കാരണമായിട്ടോ.
എനിക്ക് അറിയാവുന്ന കുറച്ച് അനുഭവങ്ങളാട്ടോ പറയുന്നത്. എനിക്കിതെല്ലാം പറഞ്ഞു തരണമെന്ന് തോന്നണമെങ്കിൽ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? അതിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചെയ്യാത്തവർ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് ഞെക്കിയേരെ കേട്ടോ. എന്നാൽ ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് എന്നെ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലും എനിക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാനുമുള്ള എന്താ പറയുക ഒരു ടെൻഡൻസി പിന്നെ ഉണ്ടാവുള്ളേ. അപ്പോൾ ചെയ്തേക്കണേ.